കരിയോല ഒഴിക്കുവാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറെ നാളായി വീഡിയോ ആയിട്ട് ഇട്ടിട്ട് ഷോർട്ടായിട്ട് ഇടുന്നുണ്ടായിരുന്നു. മഴക്കാലത്തിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചാണ്. ഒന്നാമത്തെ കേസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുണ്ട്, നമ്മുടെ ഈ ഹണി ചേമ്പർ ഉണ്ടോ, ഹണി ചേമ്പർ എല്ലാം നമ്മൾ എടുത്ത് മാറ്റണം. ഇപ്പോൾ ഈച്ചകളുടെ എണ്ണം എല്ലാം കുറഞ്ഞു, നമുക്കിനി ഹണി ചേമ്പറിൻ്റെ ആവശ്യമില്ല. അതുണ്ട്, ഇതിലെ തേനെല്ലാം തീർന്നു. ഇതുണ്ട്, തേനെല്ലാം തീർന്നു. അപ്പോൾ നമ്മളിനി ഈ ഹണി ചേമ്പർ എല്ലാം എടുത്ത് മാറ്റുവാണ്. ഇതുണ്ട്, ഇത് ഹണി ചേമ്പർ. ഇത് രണ്ടാമത്തെ ഹണി ചേമ്പർ. നമ്മൾ ഹണി ചേമ്പർ എല്ലാം എടുത്ത് മാറ്റി. നമ്മൾ ഇതുപോലെ കമ്പ് വെച്ചിട്ടുണ്ടാവുമല്ലോ, അതായത് തേനീച്ചകൾക്ക് കയറാൻ വേണ്ടി. അപ്പോൾ ഇതുപോലെ നമ്മൾ കമ്പ് വെച്ചിട്ടുണ്ട്. അതായത് തേൻ്റെ സീസണിൽ ഈച്ചകൾ കൂടുന്നതനുസരിച്ച് നമ്മൾ ഇങ്ങനെ കമ്പ് വെച്ച് കൊടുക്കാറുണ്ട്, ഈച്ചകൾക്ക് കൂടുതൽ കയറാൻ വേണ്ടി. അത് രണ്ട് സൈഡിലും ഉണ്ടാവും. നമ്മളതെല്ലാം എടുത്ത് മാറ്റുന്നു. എന്നിട്ട് അടിപ്പലക ഒന്ന് നോക്കണം നമ്മൾ, കാരണം ഇപ്പം തേൻ്റെ സീസൺ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായി. നമ്മളിപ്പോൾ പെട്ടി ഒന്നെടുത്ത് മാറ്റി ഇങ്ങനെ വെക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ അടിപ്പലക കുറേ വണ്ടും അതൊക്കെ ഉണ്ട്. ഈ പൊടിയെല്ലാം നമ്മൾ തൂത്ത് വൃത്തിയാക്കണം. ഈ അടിപ്പലക മാത്രം നമ്മൾ നോക്കിയാൽ പോരാ. നമ്മൾ കണ്ട് ഈ പെട്ടിയുടെ ഈ അടിവശം കണ്ട, അടിവശം ആ സൈഡൊക്കെ ഒന്ന് നോക്കിയേക്കണം. അപ്പോൾ ഈച്ചകൾ വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ ഈ കൂടി ഇങ്ങനെ വെച്ച ശേഷം നമ്മളിനി ഈ അടപ്പ് മാത്രമേ വെക്കുന്നുള്ളൂ. എന്നിട്ട് നമ്മൾ ഇത്രയും നാളും പ്ലാസ്റ്റിക് ഇത്ര ഇട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി നമുക്ക് മഴക്കാലം ആകുമ്പോഴത്തേന് പ്ലാസ്റ്റിക് ഇടണ്ടേ ഇതുപോലെ ഇട്ട് വെക്കണം. അതായത് ഒട്ടും നനയാത്ത രീതിയിൽ നമ്മളിനി കെട്ടി വെക്കാൻ പോവാണ്. ഇങ്ങനെ കെട്ടി വെക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി പെട്ടി മഴ പെയ്താലൊന്നും നനയുകയില്ല. ഇനി നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യമെന്ന് ചോദിച്ചാൽ നമ്മളിനി തീറ്റ കൊടുക്കണം. അത് നമ്മൾ അടുത്ത ആഴ്ച തൊട്ടേ കൊടുക്കുന്നുള്ളൂ, അല്ലെങ്കിൽ അടുത്ത ദിവസമായിട്ട് കൊടുക്കും. അത് പ്രധാനപ്പെട്ട കേസാണ്. തേൻ്റെ സീസൺ കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ കുറച്ച് താമസിച്ചിട്ടുണ്ട്. നമ്മൾ തീറ്റ കൊടുക്കേണ്ട സമയം കുറച്ച് താമസിച്ചു. നമ്മളിവിടെ കരിയോലൊക്കെ ഒഴിക്കാൻ വേണ്ടി പാത്രം വെച്ചിട്ടുണ്ടല്ലോ, അതിങ്ങനെ താഴെ കിടക്കുന്ന ഇങ്ങനെ ഇലയൊക്കെ വന്ന് വീണിട്ട് ഇതിൽ ഉറുമ്പ് കയറി പോകാനുള്ള ചാൻസ് ഉണ്ട്. അല്ലേ, ഇതിൽ ഉറുമ്പ് കയറി ഇങ്ങനെ പോകും. അപ്പോൾ നമ്മളിതൊക്കെ മാറ്റിയിട്ട് ഇങ്ങനെ കുറച്ച് ഇതുപോലെ പൊക്കി വെച്ച് നമ്മൾ സെറ്റ് ചെയ്യണം. പിന്നെ ഇപ്പോൾ സെറ്റ് ചെയ്തു. ഇനി നമുക്കിതിനകത്ത് കരിയോല ഒഴിച്ച് കൊടുക്കണം. ഇവിടെ നമ്മളിപ്പം ഒഴിക്കുമ്പോൾ താഴോട്ടെല്ലാം പോകണം. ഇവിടെ ഞാൻ ടൈറ്റായിട്ട് ഇരുന്നോളും, കുഴപ്പമൊന്നുമില്ല. കണ്ടോ, ഇനി ടൈറ്റായിട്ടില്ലെങ്കിൽ ഇവിടെ തുണി വെച്ച് കെട്ടിയിട്ട് അതിലിങ്ങനെ തുണി ഒന്ന് ചുറ്റിയാൽ മതി, ശകലം കട്ടിക്ക്. എന്നിട്ട് അവിടെ ഉറച്ചിരുന്നു. ഇതിപ്പോൾ ഉറച്ചായിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. നമുക്കിനി കരിയോല ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഇതാണ്ട് ഇതുപോലെ ഇഷ്ടംപോലെ കോളനികൾ, നമ്മുടെ ഒരു സൈറ്റാണിത്. അപ്പോൾ നമ്മൾ തീറ്റയൊക്കെ കൊടുക്കുമ്പോൾ ഒരു സൈറ്റിലുള്ള തേനീച്ചകൾക്കെല്ലാം ഒരു ദിവസം തന്നെ ഒരേ പ്രാവശ്യം തന്നെ തീറ്റ നമ്മൾ കൊടുക്കണം. അപ്പോൾ നമ്മളിതാണ്ട് കരിയോയിൽ അതിൻ്റെ പെട്ടിക്ക് പെട്ടിയുടെ അടിയിൽ നമ്മളൊരു പാത്രം വെച്ചിട്ടുണ്ടല്ലേ കരിയോലൊക്കെ ഒഴിക്കാൻ വേണ്ടി. കരിയോല ഒഴിക്കുവാണെങ്കിൽ കുറേ നാളത്തേക്ക് കിടന്നോളും. അതിനുവേണ്ടിയാണ് കരിയോല ഒഴിക്കുന്നത്. കണ്ടോ, ഇനി അതിനകത്തൂടെ ഉറുമ്പൊന്നും കയറിയല്ല. പിന്നീട് നമ്മളിങ്ങനെ കമ്പോ എന്തെങ്കിലും പെട്ടിയെ ചാരി ഇരിക്കുകയോ ഇലകളൊക്കെ ഇരിക്കുകയോ നമ്മൾ എടുത്ത് മാറ്റണം, ഇല്ലെങ്കിൽ ഉറുമ്പുകൾ പല വഴിക്ക് കയറും. അപ്പോൾ നമ്മളിപ്പോൾ അത്യാവശ്യം ഒരു 5 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 6ാമത്തെ കാര്യം എന്താണെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഇത് നമ്മൾ ഈ കൂട്ടിൽ ആ ബൂട്ട് ചേമ്പറിൽ നമ്മൾ ആ പണികൾ ചെയ്തത് ഹണി ചേമ്പറിൽ മാത്രമാണ്. അതായത് ബൂട്ട് ചേമ്പറിൻ്റെ അടകൾ കെട്ടിയാണ് ഹണി ചേമ്പറിൽ നമ്മൾ കെട്ടി കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് നിന്ന് ഏറ്റവും പഴയ അടകളുണ്ട്. അതായത് പഴയ അട എന്ന് പറഞ്ഞാൽ മുട്ടയൊന്നും ഇല്ലാത്ത പഴയ അടകൾ കാണും. ഉണ്ടോ, ഈ അട കണ്ടോ. അപ്പോൾ ഇങ്ങനത്തെ അടകളെല്ലാം നമ്മളിനി പുതുക്കി കൊടുക്കണം, എന്നാൽ മാത്രമേ റാണി കൂടുതൽ മുട്ട ഇടുകയുള്ളൂ. ഇത് തേനൊക്കെ ഉണ്ട്, പക്ഷേ മുട്ടയൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ അടകൾ ഈച്ചയൊന്ന് കുടഞ്ഞ് മാറ്റിയിട്ട് കുടഞ്ഞ് മാറ്റുന്നു. നമ്മൾ അട ഇതിന് വെട്ടി മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ അട നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുന്നു. ഇതെങ്ങനെ എനിക്കറിയാം കുത്ത് കിട്ടുമെന്ന്.